ഇന്ന് ദിവസം 135. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 സാമുവൽ അധ്യായം 17, 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 22, സങ്കീർത്തനങ്ങൾ 36. 2 സാമുവലിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 17. ഹൂഷായി അബ്സലോമിനെ ചതിക്കുന്നു. അഹിതോഫൽ അബ്സലോമിനോട് ചോദിച്ചു, 12,000 പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ. അവൻ ക്ഷീണിച്ച് ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും. കൂടെയുള്ളവർ ഓടിപ്പോകും. രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും. മണവാട്ടി മണവാളൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവൻ്റെ അനുചരന്മാരെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ, മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും. അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു. അബ്സലോം പറഞ്ഞു, അർഖ്യനായ ഹൂഷായിയെ വിളിക്കുക, അവൻ എന്തു പറയുന്നുവെന്ന് കേൾക്കാം. അവൻ എത്തിയപ്പോൾ അബ്സലോം പറഞ്ഞു, അഹിതോഫലിൻ്റെ ഉപദേശം ഇതാണ്. ഇത് നാം സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക. ഹൂഷായി പറഞ്ഞു, ഇക്കുറി അഹിതോഫലിൻ്റെ ഉപദേശം പറ്റിയില്ല. അവൻ തുടർന്നു, നിന്റെ പിതാവും അനുയായികളും ധീരന്മാരാണ്. കുട്ടികൾ അപഹരിക്കപ്പെട്ട പെൺകരടിയെപ്പോലെ അവർ ശോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം. കൂടാതെ നിന്റെ പിതാവ് യുദ്ധനിപുണനുമാണ്. അവൻ അനുചരന്മാരോട് കൂടെ രാത്രി പാർക്കുകയില്ല. ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. ദാവീദിൻ്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്കിരയായെന്ന് വാർത്ത പരക്കും. അപ്പോൾ നിന്റെ പടയാളികളിൽ സിംഹത്തെപ്പോലെ നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യമുണ്ടാകും. നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കും അറിയാം. എൻ്റെ ഉപദേശം ഇതാണ്. ദാൻ മുതൽ ബേർഷേബ വരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം. ദാവീദ് എവിടെയായിരുന്നാലും നമുക്കവനെ കണ്ടുപിടിക്കാം. നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവൻ്റെ മേൽ ചാടി വീഴും. അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല. അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ ഇസ്രായേൽക്കാരെല്ലാം കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും. ഒരൊറ്റ കൽക്കഷ്ണം പോലും അവിടെ ശേഷിക്കുകയില്ല. അർഖ്യനായ ഊഷയുടെ ആലോചന അഹിതോഫലിനേക്കാൾ മെച്ചം തന്നെ. അബ്സലോമും എല്ലാ ഇസ്രായേലരും പറഞ്ഞു, അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. പിന്നെ അഹിതോഫൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബിയാദറിനോടും പറഞ്ഞു. രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക, ഹൂഷായി ആവശ്യപ്പെട്ടു. പട്ടണത്തിൽ വച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥനും അഹിമാസും എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും. എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു. അവൻ അബ്സലോമിനോട് പറഞ്ഞു. അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറിമിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെ മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു. അവർ അതിലൊളിച്ചിരുന്നു. വീട്ടുകാരി കിണറിനു മുകളിൽ മൂടുവീരിയിട്ട് അതിൽ ധാന്യം നിരത്തി. അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല. അബ്സലോമിൻ്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു, അഹിമാസും ജോനാഥനും എവിടെ? അവൾ പറഞ്ഞു, അവർ നദി കടന്നുപോയി. അവർ അവരെ അന്വേഷിച്ചിട്ട് കാണായികയാൽ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ പോയപ്പോൾ ജോനാഥനും അഹിമാസും കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് വേഗം അക്കരെ കടക്കുക. അഹിതോഫൽ നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു. തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫൽ കഴുതയ്ക്ക് ജീനിയിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. അവനെ കുടുംബക്കല്ലറയിൽ അടക്കി. ദാവീദ് മഹനീയമിലെത്തി. അബ്സലോം എല്ലാ ഇസ്രായേലരോടുമൊപ്പം ജോർദാൻ കടന്നു. യോവാബിന് പകരം അമാസയെ അബ്സലോം സേനാധിപതിയാക്കിയിരുന്നു. അമാസ ഇസ്മായേലിനായ ഇത്രയുടെ മകനായിരുന്നു.
നഹാഷിൻ്റെ മകളും യോവാബിൻ്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗലായിരുന്നു അവൻ്റെ ഭാര്യ. ഇസ്രായേലരും അബ്സലോമും ഗിലെയാദ് ദേശത്ത് താവളമടിച്ചു. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യ നഗരമായ റബ്ബായിൽ നിന്നുള്ള നഹാഷിൻ്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമ്മിയേലിൻ്റെ മകൻ മാക്കീറും റോഗലിമിൽ നിന്നുള്ള ഗിലെയാദുകാരൻ ബർസില്ലായിയും കിടക്ക, തളികകൾ, മൺപാത്രങ്ങൾ ഇവയും ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, തേൻ, തൈര്, ആട്, പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു. മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 22. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിൻ്റെ ആലയം, ഇസ്രായേലിൻ്റെ ദഹനബലിപീഠവും ഇതുതന്നെ. അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു. ദേവാലയ നിർമ്മാണത്തിന് കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു. സീദോന്യരും ടയർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരുക്കളും ദാവീദ് ഒരുക്കി വെച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവ സമ്പത്തില്ലാത്തവനുമാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം. ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തൻ്റെ മരണത്തിനു മുൻപ് ശേഖരിച്ചു വെച്ചു. അവൻ തൻ്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി. ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി. നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. നിനക്കൊരു പുത്രൻ ജനിക്കും. അവൻ്റെ ഭരണം സമാധാനപൂർണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും. അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എൻ്റെ നാമത്തിന് ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ഇസ്രായേലിൻ്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവിൻ്റെ ആലയത്തിന് 1,00,000 താലന്ത് സ്വർണവും 10,00,000 താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട്. നീ ഇനിയും സംഭരിക്കണം. കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശല പണിക്കാരും സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരുമായി ധാരാളം പേർ നിലക്കുണ്ട്. ജോലി ആരംഭിക്കുക. കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ? നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ? അവിടുന്ന് ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ഉപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിൻ്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 36. ജീവന്റെ ഉറവ. ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു. അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. വിവേകവും വഞ്ചനയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു. അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു. തിന്മയെ അവൻ വെറുക്കുന്നില്ല. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്തത മേഘങ്ങൾ വരെയും. അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും
അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയുമാണ്. കർത്താവെ, മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങിലാണ് ജീവന്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്നു നൽകണമേ. അഹങ്കാരത്തിൻ്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടിയോടിക്കാതിരിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണ് കിടക്കുന്നു. എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു.